UN പ്രമേയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് പ്രതീക്ഷയൊന്നും ഇല്ലാത്തൊരു സംഗതിയാണത്. കാരണം UN എന്ന പ്രസ്ഥാനം തന്നെ വളരെ ദുർബലമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിൽ ഉണ്ട്. ഇത്തരത്തിലുള്ള സംഘർഷങ്ങളിൽ ഇടപെടേണ്ട ഒരു അന്താരാഷ്ട്ര ബോഡിയാണ് യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിൽ എല്ലാം. അപ്പൊ ഇത്തരത്തിലുള്ള UN ഓർഗനൈസേഷന്റെ എല്ലാം ശക്തി കുറഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ഈ വലിയ യുദ്ധങ്ങൾ കാണുന്നത്. അതൊരു പ്രധാന പോയിന്റ്. രണ്ടാമതായിട്ട് പറയാനുള്ളത്, ഇപ്പം 35 ദിവസം പിന്നിടുമ്പോൾ അമേരിക്കയ്ക്ക് വിഡ്രോ ചെയ്യണം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഡൊണാൾഡ് ട്രംപ് ഒരു 2 ആഴ്ച എന്ന ഒരു ഫിക്സ് ടേം പറയുന്നുണ്ട്. 2 ആഴ്ചക്കുള്ളിൽ യുദ്ധം ഞങ്ങൾ നിർത്തുമെന്നത്. പക്ഷേ ഇറാന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ളൊരു ഉത്തരം ഇതുവരെ കേട്ടിട്ടില്ല. കാരണം ഇറാന് ഈ യുദ്ധം ഇപ്പൊ നിർത്തണമെന്ന് വലിയ താല്പര്യമില്ല എന്നുള്ളതാണ് അതിന് മനസ്സിലാക്കുക. അത് അങ്ങനെ പറയുന്നതിന്റെ അർത്ഥം ഇറാൻ യുദ്ധത്തിന് അനുകൂലമാണ് എന്നുള്ള അർത്ഥമില്ല. കാരണം ഇതുകൊണ്ടൊരു കൊളാറ്ററൽ ബെനിഫിഷ്യറി ആവുന്ന ഒരു സംഗതിയിലേക്കാണ് ഇറാൻ മുന്നോട്ട് പോകുന്നത്. അതിന് ഏറ്റവും പ്രധാന കാരണം ഒരു മിലിറ്ററി യുദ്ധം എന്നത് ഇറാനും അമേരിക്കയുമായി നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇറാന് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാവും. അത് ഒരു പരിധിവരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ആ യുദ്ധത്തെ ഇറാൻ ഒരു സാമ്പത്തിക യുദ്ധം ആയി മാറ്റി എന്നുള്ളതാണ് ആ രാജ്യത്തിന്റെ ഒരു സ്ട്രാറ്റജിക്കൽ കഴിവ് എന്നുള്ളത് നമ്മൾ പറയേണ്ടത്. പ്രത്യേകിച്ചും ഈ ഹോർമുസ് കടലിടുക്ക് അടച്ചതോടുകൂടെ, അല്ലെങ്കിൽ അതിന്റെ നിയന്ത്രണം പൂർണ്ണമായും ഏറ്റെടുത്തോടുകൂടെ ലോക സമ്പദ് വ്യവസ്ഥയ്ക്ക് മേലെ വലിയൊരു ഇടുത്തിയായിട്ടാണ് ഇപ്പോൾ അത് വീണത്. അതായത് എണ്ണയുടെ ഒഴുക്ക് അല്ലെങ്കിൽ വ്യാപാരം മൊത്തത്തിൽ നിലച്ച ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പല രാജ്യങ്ങളിലും അതിന്റെ പ്രശ്നങ്ങൾ അനുഭവിക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ. ഇന്ത്യയിലൊക്കെ ഇപ്പം നമുക്ക് വില ഓൾറെഡി കൂടിയതായിട്ട് കാണാനുണ്ട്. ബംഗ്ലാദേശിൽ നിന്നുള്ള വാർത്തകളൊക്കെ നോക്കുകയാണെങ്കിൽ ബംഗ്ലാദേശിൽ 30% ഓയിലിന്റെ വില കൂടിയിട്ടുണ്ട്. അവിടുത്തെ ഗാർമെന്റ് ഇൻഡസ്ട്രീസ് എല്ലാം പ്രതിസന്ധിയിലാണ്. അഗ്രികൾച്ചർ സെക്ടർ വലിയ പ്രതിസന്ധിയിലാണ്. ഇത് തന്നെയാണ് ശ്രീലങ്കയിലെയും പാകിസ്ഥാനിലെയും എല്ലാം അവസ്ഥ. ഞാൻ സൗത്ത് ഏഷ്യയുടെ കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയാൻ കാരണം അത് നമ്മളുടെ ഒരു മേഖലയാണ് എന്നുള്ളത് കൊണ്ടാണ്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ മിലിറ്ററി കോൺഫ്ലിക്റ്റ് എന്നുള്ളതിന് വലിയ രീതിയിലുള്ള ഒരു ലോകത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് മേലുള്ള ഒരു യുദ്ധമാക്കി മാറ്റാൻ ഇറാന് സാധിച്ചു എന്നുള്ളതാണ് ഇറാന്റെ ഒരു ഇൻഡയറക്റ്റ് കഴിവായിട്ട് നമ്മൾ ഇതിനകത്ത് കാണേണ്ടത്. ഇതുകൊണ്ട് തന്നെയാണ് ട്രംപ് ഇത് കഴിവതും പെട്ടെന്ന് നിർത്തണം എന്നുള്ള ഒരു നിലയിലേക്ക് പോകുന്നത്. പക്ഷേ ഇതിൽ അമേരിക്കയുടെ പ്രഖ്യാപിതമായിട്ടുള്ള ഒരൊന്നും നേടിയിട്ടില്ല എന്ന് കൂടി നമ്മൾ ഇവിടെ കാണേണ്ടതായിട്ടുണ്ട്. കാരണം റെജീം ചേഞ്ച് ആയിരുന്നു ഒരു പ്രധാന സംഗതിയായിട്ട് അമേരിക്ക മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള റെജീം ചേഞ്ച് ഇറാനിൽ നടന്നു എന്ന് നമ്മളത് പറയാൻ പറ്റില്ല. മാത്രമല്ല ഇറാനെ പൂർണ്ണമായും നിരായുധീകരിക്കുക എന്നുള്ളത് അതും നടന്നിട്ടില്ല. കാരണം ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണം നടക്കുന്നുണ്ട്. ഇപ്പോൾ അമേരിക്കയ്ക്ക് ചെയ്യാൻ സാധിക്കുന്നത്, അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിഷ്കരുണം ഇറാനെ ബോംബ് ചെയ്യുക എന്നുള്ളതാണ്. അത് ലോക മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് തന്നെ അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രം തീരുന്ന ഒന്നല്ല ഈ യുദ്ധം എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കുക. കാരണം ഇൻ കേസ് എന്തെങ്കിലും കാരണം കൊണ്ട് അമേരിക്കയുടെ പട്ടാളക്കാർ ഇറാനിലേക്ക് കടക്കുകയാണെങ്കിൽ 70 ലക്ഷം, അതായത് 7 ദശലക്ഷം ആളുകളെയാണ് ഇറാൻ ഒരുക്കി നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്ക ചിന്തിച്ചതുപോലെ, അപ്പൊ വെനിസ്വേലയിലൊക്കെ നമ്മൾ കണ്ട പോലെ ഒരു രാത്രി കൊണ്ട് പിടിച്ചടക്കാൻ പറ്റുന്ന ഒരു രാജ്യമല്ല ഇറാൻ. അതായത് ഇതിനു മുമ്പ് അമേരിക്ക ഇത്തരത്തിലുള്ള അഡ്വഞ്ചർ പണികൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് അറിയാം, ഇറാഖിലാണെങ്കിലും അഫ്ഗാനിസ്ഥാനിലാണെങ്കിലും ഇപ്പം പാകിസ്ഥാനിൽ പോയി ഒസാമ ബിൻ ലാഡനെ കടന്നു പിടിച്ചതായാലും ഇന്ന് നോക്കുകയാണെങ്കിൽ ഒട്ടനവധി സന്ദർഭങ്ങളിൽ അമേരിക്ക അഗ്രസീവായിട്ട് പല മിലിറ്ററി ഒഫൻസും നടത്തി വിജയിച്ചിട്ടുണ്ട്. പക്ഷെ ഇറാൻ എന്നുള്ളത് ഒരു പ്രത്യേക ടെറൈനാണ്. ആ ഭൂമുഖത്തേക്ക് അമേരിക്കയ്ക്ക് അത്ര എളുപ്പം കടന്നു കയറാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് ട്രംപ് 2 ആഴ്ചയ്ക്കുള്ളിൽ ഞങ്ങൾ യുദ്ധം തീർത്തുമെന്ന് പറയുമ്പോൾ പോലും ഇറാന് മൗനമായി ഇരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.